ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഈ വേദിയിൽ വന്നു നിൽക്കാൻ സാധിച്ചതിൽ. എൻ്റെ പേര് പ്രദീപ് എന്നാണ്, കൊച്ചു പ്രദീപ് എന്നാണ് അറിയപ്പെടുന്നത്. പെരുമ്പാവൂരാണ് വീട്. അപ്പം ഞാൻ പെരുമ്പാവൂരത്തെ കുറച്ച് കഥകളാണ് പറയാൻ പോണത്. പ്രദീപ്, എനിക്ക് പ്രദീപിനെ പരിചയമുള്ള ഒരാളാണ്. പ്രദീപ് അത്യാവശ്യം ഇഷ്ടംപോലെ നല്ല സ്കിറ്റുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ. ഏതൊക്കെ സിനിമകളിൽ? ഞാൻ ആദ്യം ചെയ്തത് അത്ഭുതദ്വീപ് സിനിമയാണ്. അതെ. പിന്നെ ബെസ്റ്റ് ആക്ടറിൽ ഒരു ചെറിയ സംഭവം ചെയ്തു. പിന്നെ ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് റിലീസായത് ജോഷ് സാറിൻ്റെ പൊറിഞ്ചു പറയും ജോസ്. അതിൽ ജോജി ചേട്ടൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തു. പിന്നെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞത് പാപ്പൻ, അത് ജോഷ് സാറിൻ്റെ പടമാണ്. ജോഷ് സാറിന്റെ പടമാണ് പാപ്പനിൽ. പ്രദീപ് മൊത്തത്തിൽ എപ്പോഴും ഹാപ്പി ആവുന്നത് എങ്ങനെയാണ്? എങ്ങനെ സന്തോഷിക്കും കാര്യങ്ങൾ വരുമ്പോൾ? ഒരു പ്രശ്നം വന്നാൽ അല്ലാതെ എങ്ങനെ സന്തോഷിക്കും? സന്തോഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം, അതായത് നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപകർഷതാബോധമുള്ളൊരു ആളായിരുന്നു. അയ്യോ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ, റോൾ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പക്രുചേട്ടൻ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ കലാ ഫീൽഡിൽ വന്നിട്ട് 25 കൊല്ലമായി. അപ്പോൾ ചെറിയ പ്രായത്തിൽ വന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി, കാരണം നമ്മൾ സങ്കടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ, ഒരാളും കൊണ്ട് തരില്ല. പക്രുചേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ വലിയ താമസമില്ലാതെ ഒരു ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടാവും. പക്രുചേട്ടനും വളരെ ഒറ്റ വാക്കിൽ ഒരു കാര്യം എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ആദ്യത്തെ ഒരൊറ്റ വരി എന്ന് പറയുന്നത്, ബാക്കിയുള്ളവൻ ഒരടി വയ്ക്കുമ്പോൾ അയാളോടൊപ്പം എത്താൻ എനിക്ക് 4 അടി വെക്കണം എന്നും പറഞ്ഞാണ് ആ ബുക്ക് തുടങ്ങുന്നത്. അദ്ദേഹം, ഞങ്ങളൊന്നിച്ചൊരു വിദേശയാത്ര പോയിട്ടുണ്ട്. ഞങ്ങളൊരു വിദേശയാത്ര പോയപ്പോൾ അദ്ദേഹത്തിനെ എടുക്കുന്ന ആൾക്ക് വിസ കിട്ടിയില്ല. അപ്പം ഞാനാണ് അദ്ദേഹത്തെ കൂടുതൽ എടുത്തത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്വിച്ച് ഓൺ ചെയ്യണമെങ്കിൽ പോലും ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. പക്രുചേട്ടനെ പോലെ ഒരാൾക്ക്. അയാളാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ കയറിയിരിക്കുന്നത്. 2 ഭാഷകളിൽ അഭിനയിച്ചത്, തമിഴിൽ അഭിനയിച്ചത്, മലയാളത്തിൽ അഭിനയിച്ചത്, കുതിരപ്പുറത്ത് കയറിയത്, ഒരു എത്രയോ സിനിമകളിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ പക്രുചേട്ടന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു പോകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് പക്രുചേട്ടൻ എവിടെയും എത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് പക്രുചേട്ടൻ ലോകം അറിയുന്ന ഒരാളായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഒറ്റ ഡിസിഷനിൽ നിന്നാണ്. അതുപോലെ ഒരാളാണ് പ്രദീപ് എന്ന് പറയുന്ന ആൾ. പ്രദീപ് ഇവിടെ വന്നത് ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാനൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, പ്രദീപിന് ഇതുപോലെ പൊക്കം കുറഞ്ഞതിൽ വിഷമമുണ്ടോ, അതുപോലെ പൊക്കമുള്ള ആൾക്കാരെ കാണുമ്പോൾ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം എനിക്ക് ഇത്രയും പൊക്കമായിട്ട് വിഷമമാണ്. കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞായിരുന്നു, കുറച്ചുകൂടെ അവസരം കിട്ടിയാൽ എന്നെ ഒരുപാട് ദൈവം ചെയ്തതെന്ന് ചോദിച്ചു. പ്രദീപേട്ടാ, ഞാനിപ്പോൾ പ്രദീപേട്ടൻ പറഞ്ഞ് കേട്ടതിൽ നിന്ന് എനിക്ക് അധികം ഞാൻ അങ്ങനെ കണ്ടില്ല. പക്ഷേ എനിക്ക് കേട്ടപ്പോഴത്തേനും തോന്നി നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. കാരണം ഞാനൊക്കെ ഭയങ്കര സ്വപ്നം കാണുന്നതാണ് ജോഷി സാറിൻ്റെ മൂവിയിൽ അഭിനയിക്കാം ഉള്ളത് എന്നത്. ഭയങ്കര സ്വപ്നം കാണുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ 2 പടങ്ങളിലല്ലേ അഭിനയിച്ചത്? അത് 2ാമത്തെ പടം ജോഷി സാർ എന്നെ നേരിട്ട് വിളിക്കുക ചെയ്തത്. അടിപൊളി. അപ്പോൾ ഒക്കെ ഞങ്ങളെക്കാട്ടിലൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തത് പ്രദീപേട്ടനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രദീപേട്ടൻ്റെ പെർഫോമൻസിലേക്ക് കടക്കാം. തകർക്കല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കഥയിലേക്ക് കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഈ കഥകൾക്ക് പേരിട്ടിരിക്കുന്നത് പെരുമ്പാവൂരാൻ കഥകളെന്നാണ്. കാരണം എൻ്റെ വീട് പെരുമ്പാവൂരാണ്. രമേശ് ചേട്ടനൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. ഇപ്പോൾ പെരുമ്പാവൂർ എൻ്റെ വീട് കൂവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എളമ്പകപ്പിള്ളി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് വീട്. ഇവിടെ സാധാരണ കുറച്ച് ആൾക്കാർ, നിഷ്കളങ്കരായ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ച ചെറിയ കൊച്ചു കഥകളാണ്. കൊച്ചു കഥകളല്ല, അത്യാവശ്യം വലിപ്പമുള്ള കഥകൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഗോപി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പുള്ളി മേസൺ പണിക്കാരനാണ്. ഗോപിച്ചേട്ടന് 2 മക്കളാണ്. ഒന്ന് സബീഷ്, ഒന്ന് സനീഷ്. അപ്പോൾ ഈ സബീഷ് എന്ന് വെച്ചാൽ ഒരു പാവം പയ്യൻ, ആരോടായിട്ടും ഒരു പ്രശ്നമില്ല, വീട്ടിലും യാതൊരു പ്രശ്നമില്ല, പണിക്കും പോകില്ല, അങ്ങനെയൊരു പയ്യനാണ്. പക്ഷെ സനീഷ് ആളിത്തിരി മുറ്റാണ്. ഗോപിച്ചേട്ടൻ വെള്ളം അടിച്ചിട്ടൊക്കെ വന്ന് വിഷയമൊക്കെ ഉണ്ടാക്കുമ്പോൾ പുള്ളി നേരെ വളച്ചു കൂട്ടിയെടുത്ത് മുറ്റത്തേക്ക് കയറിയും. അതിനൊരു ചെറിയ പേടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ ഗോപിച്ചേട്ടൻ ഈ മൂത്തവൻ്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് റേഷൻ കടയിൽ വിട്ടേക്കാണ് അരി മേടിക്കാൻ. ഇളയാക്കടെ കയ്യിൽ, സനീഷിൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ബീവറേജിലും വിട്ട്. എന്നിട്ട് പുള്ളി കവലയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക 2 പേര്. കുറേ നേരമായി പോയിട്ട് ഈ 2 സൈഡിലേക്ക് നോക്കി എടാ സുഖു, ഒരു അമൃതാഞ്ജലി എടുത്താടാ. എന്തിനാ? ഇവന്മാർ പോയിട്ട് കാണാനുള്ള നോക്കി കഴുത്ത് കടറിപ്പോയി.
അപ്പോൾ അതിന് ഗോചേട്ടൻ ഇങ്ങനെ കഴുത്ത് വേദനയൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സബീഷ് അവിടുന്ന് അരി മേടിച്ചിട്ട് വരിക. അപ്പോൾ പുള്ളി പറയാ, അത്താഴത്തിന് അരി മേടിക്കാൻ പോയാൽ താൻ തോന്നി വന്നുണ്ട്, ബിവറേജിൽ പോയി എൻ്റെ തങ്കക്കുടത്തിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഒരു 2 ദിവസത്തേക്ക് ബിവറേജ് അവധിയാണ്, പുള്ളിയെ കഴിക്കാൻ പറ്റണല്ലോ. അപ്പോൾ കൈയും കാലൊക്കെ വിറച്ച് ആകെ ഭ്രാന്തായിട്ട് നിൽക്കുക. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ബിവറേജ് തുറന്ന് രാവിലെ തന്നെ സബീഷോട് പറഞ്ഞു, സബീഷേ അച്ചായിക്ക് ചെറുത് കഴിക്കണം, ഒരു രക്ഷയില്ല, കൈയും കാലും വിറച്ചിട്ട് കൊള്ളാം. അച്ചായൊന്നും ഉണ്ടായിരുന്നു, തുറക്കട്ടെ ആദ്യം, അത് കുഴപ്പമില്ല, നീ വാ. നിങ്ങളുടെ ബൈക്കിൽ കയറ്റി ബിവറേജ് കൊണ്ടുപോയി സാധനം മേടിച്ചു. പുള്ളിക്ക് ആ സെക്കൻഡിൽ അടിക്കണം. ആ സബീഷ് പറഞ്ഞു, അച്ചായി വെറുതെ പ്രശ്നം കേട്ടോ, പോലീസുകാർ വന്നാൽ പിടിച്ചോണ്ട് കൂട്ടോ, എനിക്ക് പറ്റില്ല പിന്നെ അലക്കട നടക്കാൻ. ആ കുഴപ്പമില്ലെന്നേ, ആ പുള്ളി എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ കുഴപ്പമില്ല മാനേജ് ചെയ്തോളാം. ഞാൻ താഴെ കടയിൽ പോയി ഗ്ലാസ് മേടിച്ചു, വെള്ളം മേടിച്ചു, കുപ്പി പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പോലീസ് ജീപ്പ് ഏത് വണ്ടിയില്ലേ പിടിച്ചിട്ടു സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ പുള്ളി ചെന്നപ്പോൾ ഒരു 3-4 പേരെ അവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചാണ് 1/2 ലിറ്റർ, പൈൻറ്റ്, ക്വാർട്ടർ ഇതൊക്കെ നിരത്തി വെച്ചേക്കുക. അപ്പോൾ എല്ലാവരും കൂടെ പുള്ളി നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ SI വന്നു. SI വന്ന് എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, മെഡിക്കൽ എടുക്കാൻ പോകുന്നവരൊക്കെ വണ്ടിയിലേക്ക് കയറി. അപ്പോൾ എല്ലാവരും കയറി, ഈ പുള്ളി മാത്രം ഇങ്ങനെ നിൽക്കുക. അതേ പോളേ, അല്ല സാറേ ഞാൻ കഴിച്ചാളാ ഇല്ല സാറേ ഞാൻ കഴിച്ചിലായിരുന്നു, കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു, അപ്പോഴാണ് പോലീസുകാർ വന്ന് തന്നെ പിടിച്ചാർന്നേ. ഷൂ, ഇതെന്ത് കഷ്ടം, പുള്ളി കഴിച്ചാളെന്ന് പറഞ്ഞാൽ പിന്നെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഒരു കോൺസ്റ്റബിളിനോട് ചോദിച്ചു, പേരെന്നാ പറഞ്ഞേ? ഗോപിന്നാ. ഗോപി കഴിച്ചാളാ? ഇല്ല. കഴിക്കണ്ടോ ചെറുത്? വേണ്ട സാറേ. കഴിച്ചോ? ഞാനല്ലേ പറയണേ, ഞാൻ അവിടുത്തെ SI, ഞാൻ പിന്നെ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല അവിടുന്ന്. ഇതേ ഒരു 3-4 ബ്രാൻഡ് ഉണ്ട്, ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ. പുള്ളി വേഗം പുള്ളി വന്ന് മുണ്ടൊക്കെ മുടക്കി കുത്തി ഒരു സർബത്ത് ഗ്ലാസ്സിൽ 3/4 ഭാഗം ഒഴിച്ച് വെള്ളം ചേർക്കേണ്ട ഒരു ഒറ്റയടി. ഗ്ലാസ് താഴെ വെച്ചപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് SI ഒരു ഒറ്റയടി, കള്ള ജോജി കേരള ഇനി മെഡിക്കൽ എടുക്കാൻ പോവാം പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി.